അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഹിജ്റ വർഷം അനുസരിച്ച് 1446 വർഷത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ വർഷം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകും. ശേഷം നമുക്ക് പുതിയ ഒരു വർഷത്തിലേക്കാണ് കടക്കാനുള്ളത്. അപ്പം ഈ 1446 കഴിയലോടുകൂടി നാം മരണത്തിലേക്ക് ഒരു വർഷവും കൂടി അടുത്തു. അപ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? വർഷങ്ങൾ കഴിയാനാകുമ്പോൾ സുകൃതങ്ങൾ ചെയ്യുക, നന്മകൾ ചെയ്യുക. ശേഷം നാം ഒന്ന് തിരിഞ്ഞു നോക്കുക, ഈ ഒരു വർഷത്തിൽ നാം എന്തെല്ലാം നന്മകൾ പ്രവർത്തിച്ചു, എന്തെല്ലാം തിന്മകൾ പ്രവർത്തിച്ചു. ഇങ്ങനെയുള്ള ഒരു വിചിന്തനം നമ്മുടെ ആയുസ്സിൽ ഓരോ വർഷം കഴിയുമ്പോഴും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ലാതെ നാം തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് ജഹന്നം എന്ന് പറയുന്ന ഒരു നരകമുള്ളത്. നരകം ഒരുപാടുണ്ട്. അതിൽ ജഹന്നമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം. അപ്പം എന്താ അതിൻ്റെ കാരണം? നന്മകൾ നാം ചെയ്തില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കസീറും മിനൻ നാസി അസിഹതു വൽ ഫറാഗ്. അധികരിച്ച ജനങ്ങളും ചിന്തിക്കുന്നില്ല. എന്താണ് ചിന്തിക്കാത്തത്? നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസി അസിഹതു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഈ രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യന്മാർ അതിനെപ്പറ്റിയിട്ട് ചിന്തിക്കാത്തവരാണ്. അധിക പേരും ചിന്തിക്കുന്നില്ല. ഏതാണ് ആ രണ്ട് അനുഗ്രഹം? അസിഹതു വൽ ഫറാഗ്. അസിഹത്തു എന്ന് പറഞ്ഞാൽ നല്ല സമയം, അസുഖമൊന്നുമില്ലാതെ ആരോഗ്യവാനായി നല്ല സാഹചര്യത്തിൽ കഴിയുന്ന ആ ഒരു സമയം. രണ്ടാമത്തെ സമയം ഒഴിവു സമയം. ആരോഗ്യവാനാണ്, പക്ഷേ ജോലി തിരക്കുകളൊന്നും കാര്യമായിട്ടില്ല. ഇങ്ങനെയുള്ള ഒഴിവു സമയങ്ങളും ആരോഗ്യമായിട്ടുള്ള സമയവും, ഈ രണ്ട് സമയങ്ങളും നാം വേണ്ടതുപോലെ ഗൗനിച്ചിട്ടില്ലെങ്കിൽ അവസാനം പ്രയാസത്തിലാകും. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിലാണ്. പൊതുവേ മനുഷ്യന്മാർ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ
4 കാര്യത്തിൽ അവൻ ലാഭം കൊയ്യുന്നവരാകുന്നു. ഒന്നാമത്തെ കാര്യം ഇല്ലല്ലദീന ആമനൂ, അല്ലാഹുവിനെ വിശ്വസിക്കുക, അവൻ്റെ പ്രവാചകരെ വിശ്വസിക്കുക, ഇസ്ലാമിനെ വിശ്വസിക്കുക, ഇസ്ലാംകാരം വിശ്വസിക്കുക, ഈമാൻകാരം വിശ്വസിക്കുക, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഹിസാബുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവൻ ഒഴികെ അവർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങൾ ഒഴികെ എന്നർത്ഥം. അപ്പോൾ ഈ മുഅ്മിനീങ്ങൾ നഷ്ടക്കാരല്ല, അവർ ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം വഅമിലുസ്സാലിഹാത്തി, അവർ സുകൃതങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പം എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം, സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകൾ നഷ്ടക്കാരല്ല, അവർ ലാഭക്കാരാകുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? വതവാസൗ ബിൽ ഹഖ്, അവർ ബാധ്യത കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ്, പരസ്പരം പെരുമാറുന്നവരാണ്. ഈ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താണ്? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, അവർ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ്. അതാണ് നാലാമത്തെ കാര്യം. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒന്ന് ഇല്ലല്ലദീന ആമനു, വിശ്വാസികളാണ്, വിശ്വാസികൾക്ക് നഷ്ടമില്ല. 2 വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. 3 വതവാസൗ ബിൽ ഹഖ്, അവർ സത്യം കൊണ്ട്, അവരുടെ ബാധ്യത കൊണ്ട്, കടമ കൊണ്ട് അവർ ഉപദേശിക്കുന്നവരാണ്. നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യണം കേട്ടോ എന്ന് പറയാം. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നിസ്കരിക്കണില്ലേ, നിസ്കരിക്കണം കേട്ടോ, നുണ പറയണ്ട കേട്ടോ, ഇങ്ങനെ ഉപദേശിക്കുന്ന ആളുകൾ. നാലാമത്തത് വതവാസൗ ബിസ്സബ്രി, അവർ ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവരാണ്. അപ്പം ക്ഷമ കൊണ്ടും ബാധ്യത കൊണ്ടും സത്യം കൊണ്ടുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉപദേശിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നവരാണ്. അപ്പം ഇങ്ങനെ 4 കൂട്ടം ആളുകൾക്ക് അല്ലാഹു തആല നഷ്ടക്കാരിൽ പെടുത്താത്ത ലാഭക്കാരിൽ പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 4 പേരല്ലാത്ത, ഈ 4 വിഭാഗങ്ങളല്ലാത്ത ബാക്കിയുള്ളവർ മുഴുവനും നഷ്ടക്കാരാകുന്നു. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്. വതവാസൗ ബിസ്സബ്രി, അല്ലേ, വതവാസൗ ബിസ്സബ്ർ. പിന്നെ ഈ 4 വിഭാഗം ആളുകൾ എന്തല്ല, അവർ നഷ്ടക്കാരല്ല, അവർ ലാഭക്കാരാണ്. അല്ലാഹു തആല വീണ്ടും പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, വിശ്വാസികൾ, ഉലൈക, ആ വിഭാഗം തന്നെ, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവർ ഖൈറിൻ്റെ ആളുകളാണ്, അവരാണ് ഖൈറിൻ്റെ ആളുകൾ, അവരാണ് നന്മയുടെ ആളുകൾ. അതുകൊണ്ട് നന്മയുടെ ആളുകളായി മാറണം. വർഷം അവസാനിച്ച് പുതിയ വർഷം തുടങ്ങുമ്പോൾ നല്ല മനുഷ്യന്മാരായി സുഹൃത്തുക്കൾ ചെയ്യുവാനുള്ള പാകത്തിലും പക്വതയിലും നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തിയെടുക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ സന്ദേശമായി അറിയിക്കുവാൻ ഉള്ളത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ.